ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1469 ദിവസമായ ഇന്ന് 2025 മെയ് മാസം 23 വെള്ളിയാഴ്ച, 1200 ഇടവമാസം 9 ഗുരുവചനങ്ങളിലൂടെ അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ മരിച്ചെന്ന് വെച്ച് അവരോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ വലിയ തുകകൾ ചെലവിട്ട് സദ്യ കഴിക്കുന്നതിനേക്കാൾ ആ തുക വല്ല ധർമ്മസ്ഥാപനങ്ങൾക്കും മരിച്ചവരുടെ പേരിൽ ദാനം ചെയ്യുന്നത് അത്യന്തം പുണ്യമായിരിക്കും. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ ഭൂതകാലത്തിൽ നിന്നും ഭവിഷ്യത്തിലേക്ക് എന്ന് വിവരിക്കുന്നതിൻ്റെ 15-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സാധാരണ പറഞ്ഞു പോരാറുള്ള അർത്ഥത്തിൽ അദ്ദേഹം വെറുമൊരു ഭക്തനല്ലാതായിത്തീർന്നു. നിശബ്ദതയുടെ പൂർണ്ണ പ്രഭാവം അവിടുത്തെ ഹൃദയത്തിലേക്ക് ഒഴുകിച്ചെന്നു. കണ്ടാൽ സ്വച്ഛന്തമായി ഒഴുകുന്ന നദിയുടെ ജലപ്പരിപ്പിൽ പ്രതീതമായിരുന്ന 1000 ജലരേഖകളുടെ ഭംഗി നോക്കി അലസമായിരിക്കുകയാണെന്നേ തോന്നുകയുള്ളൂ. അവിടെ ഇരുന്നു കൊണ്ട് ഗുരുവിന് അങ്ങകലെ നദി 2 ശാഖകളായി പിരിഞ്ഞു പോകുന്നതും അവയുടെ ഇരുവശത്തും തഴച്ചു വളർന്ന് കാട് പിടിച്ചു കിടക്കുന്ന തരുലതാദികളും കാണാം. എന്നിരുന്നാലും അവയിൽ നിന്നും ലഭിക്കാവുന്ന ഐന്ദ്രികമായ രസാനുഭൂതിയാൽ മനസ്സ് ബഹിർമുഖമാകുന്നതിന് പകരം ഇവയിൽ രസാനുഭൂതിക്ക് കാരണമായിരിക്കുന്ന ആനന്ദത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഉറവിടമായ ആത്മാവിലേക്ക് തന്നെ അവിടുന്ന് മടങ്ങിച്ചെന്ന് ആനന്ദ നിർവൃതിയിൽ ആമഗ്നമായിരിക്കുകയായിരുന്നു പതിവ്. സമീപവാസികളായ കർഷകന്മാർ അടുത്തുള്ള ചന്തയിലേക്ക് വിൽപ്പനയ്ക്കായി ഇടയ്ക്കിടയ്ക്ക് കാർഷിക വിഭവങ്ങൾ വഞ്ചിയിൽ കൊണ്ടുപോകുന്നതൊഴിച്ചാൽ സാമൂഹ്യ ജീവിതത്തിൻ്റെ കർമ്മപരതയെക്കുറിച്ചറിയുന്ന യാതൊന്നും തന്നെ ആ അന്തരീക്ഷത്തിൽ കാണാമായിരുന്നില്ല. ആശ്രമത്തെ ഒരു പ്രശാന്തി പരിവേഷം കൊള്ളിച്ചു നിന്നു. ആ പരിവേഷത്തിൻ്റെ മധ്യബിന്ദു ഗുരുവിൻ്റെ മൗനത്തിൽ തറഞ്ഞു നിൽക്കുന്ന ആത്മരതിയുടെ ശാന്തി തന്നെയാണ്. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.